ശിവകാർത്തികേയൻ നായകനായി അഭിനയിച്ചിറങ്ങിയിരിക്കുന്ന പരാശക്തി സിനിമ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ഈ സിനിമയുടെ റിവ്യൂ പറയണമെങ്കിൽ ആദ്യം തന്നെ ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അതിനു മുമ്പ് ഈ സിനിമയുടെ മേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ കേരളത്തിൽ ഒരു സുപ്രഭാതത്തിൽ മലയാളം ഇനി മുതൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. പകരം മറ്റൊരു ഭാഷയാണ് ഇനി ഇന്ത്യ മുഴുവൻ പറയാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഓർഡർ വന്ന മലയാളികളുടെ പ്രതികരണം എന്തായിരിക്കും? റിപ്ലൈ എന്തായിരിക്കും അവർ ചെയ്യുന്ന വിപ്ലവം? അതേപോലെ 1959 സമയത്തിൽ തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഓർഡർ വരാനിരുന്നപ്പോൾ അവരുടെ രക്തത്തിൽ അലിഞ്ഞു നിൽക്കുന്ന തമിഴിന് വേണ്ടിയിട്ട് അവർ ചെയ്ത വിപ്ലവം, പൂർണ്ണമായും രാഷ്ട്രീയം പറയുന്ന ആ വിപ്ലവ സിനിമയാണ് പരാശക്തി. അപ്പോൾ ഇതിൽ 1959 ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരെങ്ങനെയായിരിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഴയ കാലത്തെ ഫോട്ടോസ്, നമ്മുടെ പൂർവികരുടെയൊക്കെ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോൾ അവരുടെ മുഖമൊക്കെ ഇങ്ങനെ ശോഷിച്ച് മീശയൊക്കെ വരമീശയൊക്കെ ആയിട്ട് മുടിയൊക്കെ ഒരു ചുരുളനായിട്ട് ഇങ്ങനെ താഴേക്ക് വീണ് അങ്ങനത്തെ ഫോട്ടോസ് നമ്മൾ കാണാറില്ലേ? അതേപോലെ അന്നത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ അതിൽ നോക്കുമ്പോഴും അന്നത്തെ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജൊക്കെ കുറേയൊക്കെ അങ്ങനെ ആയിരിക്കും കുറേ പേരുടെ. അപ്പോൾ ഈ സിനിമയിലെ ആ വിപ്ലവത്തിനായിട്ട് ഇറങ്ങുന്ന 1959 ആണല്ലോ സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ കാണിക്കുന്ന ആ വിപ്ലവ നേതാക്കളുടെ പുറകിൽ നിൽക്കുന്നവരെയൊക്കെ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് നിർത്തണം. അതായത് മുഖമൊക്കെ ശോഷിച്ച് വരമീശയൊക്കെ ആയി ഞാൻ പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ ആണ് ഉള്ള ബോഡി ലാംഗ്വേജ് ഉള്ളവരെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഈ സിനിമയിൽ അഭിനയിപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ വളരെ മേക്കിങ്ങിൻ്റെ കാര്യം, ഈ മേക്കപ്പിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. അപ്പോൾ ഇതിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് മാലിക്, സഞ്ജന, സെറീന തുടങ്ങിയവരാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള മേക്കപ്പ് മാത്രമല്ല, ബോഡി ലാംഗ്വേജ് പോലും ഈ സിനിമയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ അറിയാം, അതിൽ സ്റ്റുഡൻസായി പുറകിൽ നിൽക്കുന്ന ആൾ സോഡാപുട്ടി കണ്ണാടിയൊക്കെ ഇട്ടിട്ട് അയാളുടെ മുഖവും ചുണ്ടും ഇതൊക്കെ കണ്ടാൽ ശരിക്കും അന്നത്തെ കാലം ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഈ സിനിമയിൽ ആ ഒരു മേക്കപ്പ് കാരണം കഴിഞ്ഞിട്ടുണ്ട്, കോസ്റ്റ്യൂം കാരണവും കഴിഞ്ഞിട്ടുണ്ട്. കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് പൂർണിമ രാമസ്വാമിയാണ്. അപ്പോൾ അന്ന് ഇട്ടിരുന്ന വേഷങ്ങൾ എങ്ങനെയാണ്, ആ രീതിയിലുള്ള വേഷങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ സിനിമയെ കാണിക്കുന്ന പോലത്തെ വേഷം തന്നെയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ പാൻസൊക്കെ ഇടുമ്പോൾ താഴെ നല്ല വലിപ്പം ഉണ്ടാവും, അതങ്ങനെ മുകളിലേക്ക് ചെറുതായി അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഇവർ സെർച്ച് ചെയ്തതിന് ശേഷം തന്നെ ഇങ്ങനത്തെ മേക്കപ്പ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അന്ന് അങ്ങനെ ആയിരിക്കാമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇങ്ങനത്തെ വേഷങ്ങൾ ഉണ്ട് കേട്ടോ, പണ്ട് ഉപയോഗിച്ചിരുന്നു, ഈ ബെൽറ്റൊന്നും ഇടാതെ ഇൻസൈഡ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ സിനിമയിൽ വളരെയധികം കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒക്കെ നന്നായി അവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ആർട്ട് വർക്ക് കരീഷ്മയാണ് ചെയ്തിരിക്കുന്നത്. നല്ല ആർട്ട് വർക്ക് ഈ സിനിമയ്ക്ക് ഉണ്ട് കേട്ടോ. അന്നത്തെ കാലത്തെ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ. ഇതിലെ കാറ്, അതേപോലെ പെട്ടി, ബാഗ്, റേഡിയോ, അതേപോലെ ഓരോ എന്താ പറയുക ബിൽഡിങ്ങുകൾ, വീട്, ഇതൊക്കെ തന്നെ അന്നത്തെ കാലത്തിൽ എങ്ങനെയാണ് ആ രീതിയിൽ തന്നെയാണ് ഇവർ എടുത്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ 1959 കൊണ്ടുപോകാൻ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും അതേപോലെ ആർട്ട് വർക്ക് അതുപോലെ കോസ്റ്റ്യൂം ചെയ്തവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഈ സിനിമയിൽ ഇനി അഭിനയിച്ചവരുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ശിവകാർത്തികേയൻ, പുള്ളി തമിഴ്നാട്ടിൽ എന്തായാലും പുള്ളിയുടെ സ്റ്റാറ്റസ് മാറും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ രക്തത്തിൽ അലിഞ്ഞതാണ് അവരുടെ ഭാഷ. അങ്ങനെയാണ് അവരുടെ തമിഴ് ഭാഷയെ കാണുന്നത്, അതെനിക്കറിയാം. അവിടെയൊക്കെ ഹിന്ദി ഭാഷ തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലായിരുന്നു പണ്ട്. ഇപ്പം എങ്ങനെയാണെന്നറിയില്ല. ഞാൻ അവിടെ പണ്ട് പോകുമ്പോൾ, ചെറുപ്പത്തിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഹിന്ദി ഭാഷ തന്നെ ഇല്ല സ്കൂളിൽ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പം എന്താ അവസ്ഥ അറിയില്ല. അപ്പോൾ എന്തായാലും ഭാഷയുടെ കാര്യത്തിൽ അവരൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായ്വില്ലാത്ത മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷയ്ക്കെതിരെ വിപ്ലവ നേതാവായി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ശിവകാർത്തികേയനെ ഒരിക്കലും അവർ
അവർ പുള്ളിയെ ഓർത്ത് അഭിമാനിക്കുന്ന രീതിയിൽ ശിവകാർത്തികേയൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അവിടെ സ്റ്റാറ്റസ് ഒന്നുകൂടി കൂടും. ഇതിൽ ശിവകാർത്തികേയൻ്റെ അഭിനയം എങ്ങനെയാണെന്ന് വെച്ചാൽ 3 സംഭവങ്ങൾ പുള്ളിക്ക് ഉണ്ട്. ഒന്ന് വന്നിട്ട് വിപ്ലവ നേതാവ്, മറ്റൊന്ന് പ്രണയിക്കുന്ന ഒരു കാമുകൻ പ്രണയിതാവ്, അതേപോലെ മറ്റൊന്ന് ഒരു സഹോദരനെ സ്നേഹിക്കുന്ന, അതേപോലെ മുത്തശ്ശിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. അതൊക്കെ തന്നെ പുള്ളി ആ ഒരു വിപ്ലവത്തിൻ്റെ ഗാംഭീര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അതായത് പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു വളിഞ്ഞ പ്രണയമൊക്കെ ഇല്ലേ, സാധാരണ ശിവകാർത്തികേയൻ അങ്ങനെ കോമഡി കാര്യങ്ങളായിട്ട് ചെയ്യുമല്ലോ. പക്ഷേ ഈ സിനിമയിൽ നോക്കുമ്പോൾ പുള്ളിയുടെ ആ വിപ്ലവ ഗാംഭീര്യം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്നുകൊണ്ട് തന്നെ പ്രണയത്തിലൊക്കെ കോമഡിയൊക്കെ ചെയ്തുകൊണ്ട് പുള്ളി അഭിനയിച്ചിരിക്കുകയാണ്. അതേപോലെ സഹോദരനോടുള്ള സ്നേഹം അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സഹോദരനും തന്നെ കിടിലനായി ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, അഥർവ മുരളിയാണ്. അഥർവ മുരളീനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുരളിച്ചേട്ടൻ്റെ, പഴയ നടൻ മുരളിച്ചേട്ടൻ്റെ മോനാണ് അഥർവ മുരളി. മുരളിച്ചേട്ടൻ്റെ സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കൊല്ലക്കണക്കിനാണ് തമിഴ്നാട്ടിൽ ഓടുക. ഒരു തിയേറ്ററിൽ തന്നെ 1 2 വർഷങ്ങളൊക്കെ ഓടുന്ന സിനിമകളുണ്ട്. നിങ്ങൾ ഇതയം എന്നൊരു സിനിമയെ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, അപ്പോൾ പുള്ളി ആരാന്ന് അറിയാൻ പറ്റും. ആ സിനിമയൊക്കെ കിടിലൻ സിനിമയായിരുന്നു. അതേപോലെ ഒരുപാട് സിനിമകൾ മുരളിച്ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എങ്ങനെയായിരിക്കും? അപ്പോൾ മകനും അതേ ഒരു രക്തം കിട്ടിയിട്ടുണ്ടല്ലോ. അത് പുള്ളി അഥർവ മുരളിയുടെ ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പുള്ളി നന്നായിട്ട് സ്കോർ ചെയ്യും. ആക്ഷൻ ആകട്ടെ, അതേപോലെ അഭിനയം ആകട്ടെ, നന്നായിട്ട് ചെയ്യും. പക്ഷെ അച്ഛൻ്റെ പോലെയല്ല കേട്ടോ മോനെ. അച്ഛൻ വന്നിട്ട് വളരെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് അങ്ങനത്തെ സിനിമകളിലാണ് പുള്ളി കൂടുതലും വിജയിച്ചിട്ടുള്ളത്. പുള്ളി കുറച്ചുകൂടി ഒരു ഹീറോയിസത്തിൻ്റെ ലെവലിലാണ്, ആക്ഷൻ ഹീറോയുടെ ലെവലിലാണ് അഭിനയിക്കുക. ഇതിലും പുള്ളി അതേപോലത്തെ ഒരു വേഷമാണ്. പക്ഷേ ചേട്ടനോടുള്ള സ്നേഹം അതൊക്കെ പുള്ളി കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അഥർവ മുരളിക്ക് നല്ലൊരു റോൾ തന്നെയാണ് കേട്ടോ. പിന്നെ മറ്റൊരാൾ ഇതിൽ ചെയ്തിരിക്കുന്നത് പഴയ ജയം രവി. പുള്ളീനെ ഇനി മുതൽ രവി മോഹനെ വിളിക്കാവൂന്ന് പുള്ളി തന്നെ പ്രസ്താവിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ രവി മോഹൻ പുള്ളിയാണ് ഈ സിനിമയിലെ ഒരു ആണിവേരെന്ന് പറയാം. പുള്ളിയുടെ പുറകിലാണ് ഈ വിപ്ലവങ്ങൾ മുഴുവൻ അങ്ങോട്ട് തിളച്ച് മറിയുന്നത്. അതായത് വിപ്ലവ നേതാവ് നമ്മുടെ ശിവകാർത്തികേയനാണ്, പക്ഷേ വില്ലനായിട്ട് രവി മോഹൻ ഇതിൽ തിളങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പുള്ളീനെ കാണുമ്പോഴാണ് ഓരോ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ അങ്ങനെ വിറയ്ക്കുന്നത്. അതുപോലെ പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ. അവസാനത്തെ ഒരു 3/4 മണിക്കൂർ സമയം ആകാംക്ഷയുടെ മുൾമുനയിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിളച്ച് മറിയാണ്, ഒന്നും പറയാനല്ല. മേക്കിംഗ് ഗംഭീര മേക്കിംഗ് ആണ്. ഇതിൻ്റെ ഡയറക്ടർ സുധാ കൊങ്കറ പ്രസാദാണ്. അവർ തന്നെയാണ് ഇതിൻ്റെ എഴുത്തും കഥ എഴുതിയിരിക്കുന്നത്. അവരെ കൂടാതെ മദൻ കാർക്കി, അതേപോലെ കുറച്ച് പേരുണ്ട്, 4-5 പേര് ഇതിൽ കഥ എഴുതിയിട്ടുണ്ട്, ഡയലോഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരാണ് അതിൽ നേതൃത്വം. ഇവരൊന്നും പറയാനില്ല കേട്ടോ. നല്ല ഡയറക്ഷനാണ്, നല്ല സ്റ്റോറി റൈറ്റിംഗ് ആണ്. ഈ സ്റ്റോറി പറഞ്ഞാൽ സംഭവിച്ച സ്റ്റോറി തന്നെയാണിത്. പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ സാങ്കല്പികമാണ്, തികച്ചും നിങ്ങളങ്ങനെ അല്ലാന്ന് വിചാരിച്ചാൽ അത് യാദൃശ്ചികമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് സംഭവിച്ചതന്നെ. കാരണം സിനിമയുടെ അവസാനവും പഴയ സംഭവങ്ങളൊക്കെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ അതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അതിൻ്റെ പേരിൽ പൊട്ടിത്തെറി ഉണ്ടാകണ്ടെന്ന് പറഞ്ഞിട്ടാണ് സാങ്കല്പികം കാണിച്ചിരിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ തന്നെ അത് മറ്റേ തിരക്കഥ എഴുതിയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ഡയറക്ഷനും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഹീറോയിൻ ശ്രീലീല, അവർ ഈ സിനിമയുടെ തുടക്കത്തിലൊക്കെ ആകെ അലമ്പാക്കുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം ഈ പൊട്ടത്തരം കാണിച്ചുകൊണ്ടുള്ള വളിഞ്ഞ രീതിയിലുള്ളൊരു പ്രണയമൊക്കെ അങ്ങനെ പോലെ തോന്നി. പക്ഷേ കുറച്ച് കഴിഞ്ഞതും സ്കോർ ചെയ്ത് കയറാൻ തുടങ്ങി. അവർക്ക് വേറെ തലങ്ങളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് ശ്രീലീല ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പകരം വേറെ ആരെങ്കിലും ഇട്ടാൽ മതിയായിരുന്നോ എന്ന് തുടക്കത്തിൽ എനിക്ക് തോന്നിയെങ്കിലും സിനിമ മുന്നോട്ട് പോകും തോറും അവരുടെ ആ പ്രണയവും അതേപോലെ കോമഡി അതേപോലെ ആ ഒരു വിപ്ലവത്തിലുള്ള അവരുടെ സ്ഥാനം അതൊക്കെ നന്നായിട്ട് തന്നെ ശ്രീലീല ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് GV പ്രകാശാണ് കൊടുത്തിരിക്കുന്നത്. പുള്ളിയുടെ മ്യൂസിക്കിനെ കുറിച്ച് പറയണ്ടല്ലോ, നല്ല BGM കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരു ഇടവേളയുടെ തൊട്ട് മുമ്പായിട്ട് ഒരു സംഭവമുണ്ട്. അതാണ് എനിക്ക് വളരെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ സംഭവം. അത് മുകളിൽ നിന്നൊരു സംഭവം അങ്ങനെ താഴെ വന്ന് ഒരാളുടെ മേലെ വീണ് കത്തുന്ന ഒരു സംഭവം. അതെന്താ നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലായിക്കോളൂ. അവിടെ ഇതിലെ ഹീറോയുടെ ആ ഒരു പവറൊക്കെ
കാണിക്കുന്ന ഒരു നല്ലൊരു ഹൈലൈറ്റായ ഒരു സീന് തന്നെയാണ്. നന്നായിട്ടുണ്ട്. അപ്പം കൊടുത്ത മ്യൂസിക്, അതേപോലെ സിനിമയിൽ തുടക്കം ഈ സിനിമ പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തന്നെ നല്ല കിടിലൻ മ്യൂസിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിനിമ മുഴുവൻ നന്നായിട്ട് പുള്ളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്. ഇനി ബാഹുബലിയിൽ വില്ലനായി വന്ന റാണ ദഗുപട്ടി, പുള്ളി ഇതിൽ കുറച്ച് സമയത്തേക്ക് വരുമ്പോൾ പുള്ളിയുടെ സംഭവം കിടിലനായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബേസിൽ ജോസഫ് ഈ സിനിമയിലുണ്ട്. പ്രതീക്ഷിക്കാതെ കണ്ട പോലെ തോന്നി. പുള്ളിക്കൊരു 2 മിനിറ്റൊക്കെ സ്ക്രീനിലുള്ളൂ. ആ ഉള്ള സമയം നല്ലൊരു സംഭവം തന്നെ പുള്ളിയും ചെയ്യുന്നുണ്ട്. ഇതിലെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് സ്റ്റണ്ട് മാസ്റ്റർ സുപ്രീം സുന്ദറാണ്. അപ്പോൾ രവി മോഹനും അതേപോലെ ശിവകാർത്തികേയനും തമ്മിലുള്ള ഘോര സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ പുള്ളി ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതൊരു വിപ്ലവ രാഷ്ട്രീയം പറയുന്ന സിനിമയായതുകൊണ്ട് വിപ്ലവത്തിനായിട്ട് ഇറങ്ങുന്നവർക്കെതിരെ പോലീസ് പട്ടാളമൊക്കെ ഇറങ്ങിയിട്ട് ചെയ്യുന്ന ഭീകര സംഭവങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ് സിനിമയുടെ ആ 3/4 മണിക്കൂറിൽ ഉള്ളത്. അതിന് മുമ്പും കുറേ സംഭവങ്ങളുണ്ട്. കിടിലനാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതിലെ നായകന്മാരൊക്കെ നല്ല കിടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കിടിലൻ സിനിമയാണ്, കിടിലൻ മേക്കിംഗ് ആണ്. ഫാമിലി ആയിട്ട് തന്നെ പോയിട്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം.